കടുവകളെ പുലികളെ എല്ലാം മറന്ന് കൈ കൊടുക്കൂ, ഇറച്ചി കഷ്ണം നേടൂ. പപ്പഞ്ചൻ പുലി. പപ്പഞ്ചൻ പുലിയോ? അതാരാ? അടുത്ത കോട്ടയിൽ നിന്ന് വന്ന പുലിയാണത്ര. കൈ കൊടുത്താൽ ഇറച്ചി കഷ്ണം തരുമെന്നോ? എന്താ അതിന്റെ അർത്ഥം? അത് ഞാൻ പറഞ്ഞു തരാം. കൈ എന്ന് പറഞ്ഞാൽ ദോ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. നിർത്തണോ? അതല്ല ചോദിച്ചത്. കൈ കൊടുക്കുക എന്ന് പറഞ്ഞാ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൽ. ചുമ്മാ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ എന്തിനാ ഇറച്ചി കഷ്ണം തരുന്നത്? എന്റെ സംശയം അതല്ല. എന്റെ കൈ ശരിക്കും കൊടുക്കേണ്ടി വരുമോ? അതായത് മുറിച്ച്. ശരിയാ, കൈ മുറിച്ചാൽ അതൊരു ഇറച്ചി കഷ്ണമായല്ലോ. ഛേ, അതൊന്നുമല്ല. കടുവകളെ പുലികളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത കാട്ടിലെ ഒരു പുലിയും. കിട്ടി കിട്ടി. എന്ത് ഇറച്ചി കഷ്ണമോ? അടുത്ത കാട്ടിലെ പുലികളും ഈ കാട്ടിലെ പുലികളും കടുവകളും തമ്മിൽ പണ്ട് അത്ര രസത്തിലല്ലായിരുന്നു. ഇപ്പൊ രസമുണ്ടോ? ആ ചരിത്രം അറിയാവുന്ന പുലിയാ ഇപ്പോൾ പ്രശ്നം തീർക്കാൻ വന്നത്. ശത്രുത തീർക്കാൻ കൈ കൊടുത്താൽ മതിയല്ലോ. വഴക്കു തീർന്നതിന്റെ സന്തോഷത്തിന് ഇറച്ചി കഷ്ണവും തരും. ഇറച്ചി കഷ്ണം കിട്ടിയാൽ എന്തിനാ സന്തോഷിക്കുന്നത്? താൻ വാ, വേറെ കടുവ പുലി പാർട്ടികൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെല്ലാം. കൈ കൊടുക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊടുത്തോളാം. പപ്പഞ്ചൻ പുലിയല്ലേ, പണ്ടത്തെ കാര്യമൊക്കെ തിരുത്താൻ വന്നതാ അല്ലേ? അത് പണ്ട് നടന്ന കാര്യമൊക്കെ തിരുത്തണം. കൈ തന്നാൽ ഇറച്ചി കഷ്ണം തരുമെന്ന് പറഞ്ഞത്. ശരിയോ, തരും. ഞാനായാലും മതിയോ? പുലിയോ കൊടുകയോ ആയിരുന്നു ഭേദം. എന്നാലും താൻ റെഡിയാണെങ്കിൽ. ഞാനിതിനൊക്കെ എപ്പോഴും റെഡിയാ. എന്നാലിരിക്ക്. ഇരിക്കണോ? അതെന്തിനാ? പഞ്ചു വസ്തി ഇരുന്നിട്ടല്ലേ പണ്ട് കൊടുത്ത ഒരു കടുവ എന്റെ അച്ഛനെ പൊട്ടിച്ചിട്ടുണ്ട്. ആ കണക്ക് തിരുത്താൻ വന്നതോ. എന്റെ കയ്യേ! എന്റെ ഫോൺ ഉരുട്ടി കളിച്ചാ കൊണ്ടുവന്ന കല്ലാണ്. അതെ ചേട്ടാ. ഇത്രയും വലിയ കല്ല് മോൻ എങ്ങനെ ഉരുട്ടുകൊണ്ടാ കഴുതേ? പോയി ചെറിയ കല്ല് കൊണ്ടുപാടോ. അയ്യോ! എറിഞ്ഞപ്പോ കല്ല് പൊട്ടിയിട്ടുണ്ട് സൂത്രോ. അതിന് പൊട്ടിയപ്പോ കല്ല് ചെറുതായില്ലേ? ചെറിയ കല്ലല്ലേ അങ്ങേർക്ക് വേണ്ടത്. തലയുടെ വീതി ഇളകി നിൽക്കുമ്പോഴാ തന്റെ കല്ല് പൊട്ടിക്കല്. മതി, ഇത് പരമാവധി ആയി. ഇനി സഹിക്കാൻ പറ്റില്ല. ഏത്? ആ കണ്ട സിംഹത്തിന്റെ ഇടി, അവനെ ഞാൻ കൊല്ലും. ഓ, അത്ര വേണോ? വേണം, അവനെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലും. താൻ വാ. ഞാനും അറിയണോ? വെറുമേറല്ല, ഒളിച്ചിരുന്ന ആക്രമണം എല്ലാം ഞാൻ പറഞ്ഞു തരാം. തൂണിൽ കല്ല്, കല്ലിൽ കിട്ടിയ വള്ളി മരത്തിൽ, എല്ലാം ഓക്കെ. ഐഡിയ മനസ്സിലായില്ല സൂത്രോ. അതുവഴി കടിയം വരും. ആ തക്കത്തിന് താൻ ഒളിച്ചിരുന്ന് വള്ളി വലിച്ച് തൂണ് മറിക്കണം. അതോടെ കല്ല് കടിയന്റെ തലയിൽ. ഒയ്യടോ. ഞാൻ പോയി കടിയൻ വരുന്നുണ്ടോന്ന് നോക്കി വരാം. വരുന്നുണ്ട്, വലിച്ചു. എന്താണോ ഇത്? ഏത് വഴിക്കും അങ്ങേര് വരാമല്ലോ, അതുകൊണ്ട് 4 ഭാഗത്തേക്ക് വള്ളി കെട്ടിയതാ.